കാലാവസ്ഥ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഉയർന്ന തിരമാലയും കള്ളക്കടൽ പ്രതിഭാസവും. കേരള തീരത്ത് വരുന്ന 2 ദിവസം ഉയർന്ന തിരമാലയും കള്ളക്കടൽ പ്രതിഭാസവും ഉണ്ടാകാൻ സാധ്യത. തമിഴ്നാട്, കന്യാകുമാരി, രാമനാഥപുരം, തൂത്തുക്കുടി, തിരുനെൽവേലിയിലും 1.2 മീറ്റർ വരെ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. ലക്ഷദ്വീപ് തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു. വരും മണിക്കൂറിൽ കേരളത്തിലെ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത. ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ ചിഹ്നഗ്രഹം 2024 PT5 എത്തി. ഇതിനെ മിനി മൂൺ എന്ന് വിളിക്കുന്നു. 2 ചന്ദ്രനെ ഇനിയും ആകാശത്ത് കാണാം. അമേരിക്കയുടെ മധ്യപടിഞ്ഞാറൻ മേഖലയിൽ ആദ്യം ഇത് ദൃശ്യമായി. വരുന്ന നവംബർ 25 വരെ ഇത് ഭൂമിയുടെ ഭ്രമണപഥത്തിലുണ്ടാകും. ഇന്ത്യയിൽ ഇത് ദൃശ്യമാകില്ല.